ഓർമ്മകൾക്ക് ചിലപ്പോൾ താഴ്വരയിലെ കോടമഞ്ഞിന്റെ തണുപ്പാണ്. സന്തോഷം കൊണ്ട് നമ്മളെ പൊതിയും, എന്നാൽ ആ തണുപ്പ് പതിയെ അസ്ഥിയിലേക്ക് തുളച്ചുകയറും. മീരയുടെ ഓർമ്മകളിലെ ആദർശിനും അങ്ങനെയൊരു തണുപ്പായിരുന്നു. കോളേജ് ലൈബ്രറിയുടെ നിശബ്ദതയിൽ പുസ്തകങ്ങൾക്കിടയിൽ വെച്ച് കണ്ടുമുട്ടിയ ചിരിയിൽ നക്ഷത്രങ്ങൾ വിരിയിച്ചിരുന്ന ആ ചെറുപ്പക്കാരൻ. അവന്റെ കാക്കി യൂണിഫോമിനോടുള്ള പ്രണയമായിരുന്നില്ല അത്. ആ യൂണിഫോമിനുള്ളിലെ മനുഷ്യനോടുള്ള പ്രണയമായിരുന്നു. അവരുടെ പ്രണയം ഒരു കൊടുങ്കാറ്റായിരുന്നു. എതിർപ്പുകളുടെ മലവെള്ളപ്പാച്ചിലിനെ ഒരുമിച്ച് തുഴഞ്ഞു തോൽപ്പിച്ചാണ് അവർ വിവാഹമെന്ന കരയിലെത്തിയത്. ആദർശ് അന്നൊരു സാധാരണ കോൺസ്റ്റബിളായിരുന്നു. അവന്റെ ലോകം ചെറുതായിരുന്നു. ആ ലോകത്തിലെ രാജ്ഞി മീരയും. അവരുടെ കൊച്ചുവീട്ടിലെ ഓരോ ചുമരിലും അവർ സ്വപ്നങ്ങൾ വരച്ചു ചേർത്തു. മകൾ ദിയയുടെ ജനനം ആകാശത്തിലെ പൂർണ്ണചന്ദ്രനെപ്പോലെയായിരുന്നു. അവരുടെ ജീവിതത്തിന് വെളിച്ചവും പൂർണ്ണതയും നൽകി അവൾ വളർന്നു. ആദർശിന് പ്രൊമോഷനുകൾ കിട്ടിത്തുടങ്ങി. അവന്റെ തോളിലെ നക്ഷത്രങ്ങളുടെ എണ്ണം കൂടിയപ്പോൾ അവന്റെ ലോകം വലുതായി. ആ വലിയ ലോകത്തിന്റെ തിരക്കുകളിൽ മീര എന്ന ചെറിയ തുരുത്ത് പതിയെ ഒറ്റപ്പെട്ടു തുടങ്ങി. മാറ്റങ്ങൾ ആദ്യം സൂക്ഷ്മമായിരുന്നു. രാത്രി വൈകിയെത്തുന്ന ഫോൺ കോളുകൾക്ക് അവൻ ബാൽക്കണിയിലെ ഇരുട്ടിനെ കൂട്ടുപിടിച്ചു. ഒരുമിച്ച് സിനിമ കാണുമ്പോൾ അവന്റെ കണ്ണുകൾ സ്ക്രീനിലായിരുന്നെങ്കിലും മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു. മീരയുടെ ചോദ്യങ്ങൾക്ക് ജോലിയുടെ ടെൻഷനാണ് എന്ന ഒഴുക്കൻ മറുപടിയിൽ ഒതുങ്ങി. അവൾ അത് വിശ്വസിച്ചു, അല്ലെങ്കിൽ വിശ്വസിക്കാൻ ശ്രമിച്ചു. സ്നേഹിക്കുന്നവർക്ക് സംശയിക്കാൻ പ്രയാസമാണല്ലോ. അവളുടെ ശരീരത്തിലും ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ഒരു കാരണവുമില്ലാത്ത ക്ഷീണം അവളെ വന്നുമൂടി. അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ തല ചുറ്റുന്നതുപോലെ തോന്നും. വൈകുന്നേരങ്ങളിൽ ശരീരമാസകലം ഒരു തരം വേദന പടരും. അവളത് ആദർശിനോട് പറഞ്ഞപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "അതൊക്കെ നിന്റെ വെറും തോന്നലാണ് മീരു." ഓരോരോ അടവുകൾ. അവന്റെ ആ ചിരിയിൽ പഴയ സ്നേഹത്തിന്റെ ചൂടുണ്ടായിരുന്നില്ല. അതവളുടെ ഹൃദയത്തിൽ ഒരു മുള്ളുപോലെ തറച്ചു. അന്ന് രാത്രി അവൾ ഉറങ്ങാതെ കിടന്നു. പുറത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഓരോ മഴത്തുള്ളിയും അവളുടെ ഉള്ളിലെ തണുപ്പിനെ കൂട്ടുന്നതുപോലെ തോന്നി. ഓർമ്മകളുടെ താഴ്വരയിൽ നിന്ന് കോടമഞ്ഞ് കയറിവന്ന് അവളെ പൊതിയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ആ തണുപ്പിന് മരണത്തിന്റെ ഗന്ധമുണ്ടായിരുന്നു. സംശയമെന്നത് ഒരു ചെറിയ വിള്ളലാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ കാലം അതിലൂടെ ഒഴുകിയിറങ്ങി ഒരു വലിയ പിളർപ്പുണ്ടാക്കും. മീരയുടെ മനസ്സിലെ ആ വിള്ളൽ വലുതാവുകയായിരുന്നു. ഒരു ഞായറാഴ്ച ഉച്ചയ്ക്ക് ആദർശ് കുളിക്കാൻ കയറിയപ്പോൾ അവന്റെ ഫോൺ ശബ്ദിച്ചു. സാധാരണ അവൾ അവന്റെ ഫോൺ എടുക്കാറില്ല. പക്ഷേ അന്ന് എന്തോ ഒരു പ്രേരണയിൽ അവൾ അത് കയ്യിലെടുത്തു. സ്ക്രീനിൽ ഒരു പേര് തെളിഞ്ഞുകിടന്നു: ലാവണ്യ. ആ പേരിന് താഴെ പോലീസ് യൂണിഫോമിലുള്ള ഒരു സ്ത്രീയുടെ ചിത്രം. അവളുടെ നെറ്റിയിലെ സിന്ദൂരത്തേക്കാൾ തിളക്കമുണ്ടായിരുന്നു അവളുടെ ചുണ്ടിലെ പുഞ്ചിരിക്ക്. മീരയുടെ വിരലുകൾ വിറച്ചു. ഹൃദയം ഒരു പെരുമ്പറ പോലെ മിടിച്ചു. അവൾ കോൾ കട്ട് ചെയ്തു. അപ്പോഴേക്കും ആദർശ് കുളിമുറിയിൽ നിന്നിറങ്ങി വന്നു. ഫോണിൽ നോക്കിയ അവന്റെ മുഖം ഇരുണ്ടു. "നീ എന്തിനാ എന്റെ ഫോൺ എടുത്തത്?" അവന്റെ ശബ്ദം കനത്തിരുന്നു. അത് ബെല്ലടിച്ചപ്പോൾ അവളുടെ വാക്കുകൾ മുറിഞ്ഞു. "ഇനി എന്റെ ഫോണിൽ തൊട്ടുപോകരുത്," അവൻ അലറി. ദേഷ്യത്തിൽ ഫോണുമെടുത്ത് അവൻ പുറത്തേക്ക് പോയി. ആ നിമിഷം മീരയുടെ ലോകം നിശ്ചലമായി. ലാവണ്യ. ആ പേര് അവളുടെ തലച്ചോറിൽ ഒരു മണിമുഴക്കം പോലെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. അവൾ വെറുതെ ഗൂഗിളിൽ ആ പേര് തിരഞ്ഞു. സബ് ഇൻസ്പെക്ടർ ലാവണ്യ. ഭർത്താവിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ, അവാർഡുകൾ വാങ്ങുന്ന ചിത്രങ്ങൾ, എല്ലാം അവളുടെ മുന്നിൽ തെളിഞ്ഞു. ആദർശിന്റെ അതേ ഡിപ്പാർട്ട്മെന്റ്. ദിവസങ്ങൾ കടന്നുപോയി. ആദർശ് വീട്ടിൽ ഒരു അപരിചിതനെപ്പോലെയായി. അവന്റെ ഫോൺ എപ്പോഴും ലോക്കായിരുന്നു. രാത്രിയിലെ ബാൽക്കണിയിലെ സംസാരങ്ങൾ കൂടി. മീരയുടെ ചോദ്യങ്ങളെ അവൻ പുച്ഛം കൊണ്ട് നേരിട്ടു. അവളുടെ ശരീരത്തിലെ വേദന കൂടി വന്നു. ഡോക്ടറെ കാണാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, "നിന്റെ വീട്ടിൽ നിന്ന് പൈസ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോയി കാണിച്ചോ. എനിക്കിതിനൊന്നും സമയമില്ല." അവൾ തനിച്ചാണ് ആശുപത്രിയിലേക്ക് പോയത്. ബസ്സിലിരിക്കുമ്പോൾ പുറത്തെ കാഴ്ചകളൊന്നും അവൾ കണ്ടില്ല. അവളുടെ ഉള്ളിൽ ലാവണ്യയുടെ ചിരിക്കുന്ന മുഖം മാത്രമായിരുന്നു. ഡോക്ടറുടെ മുറിയിൽ വെച്ച് പരിശോധനാ ഫലങ്ങൾ നോക്കി ഡോക്ടർ ഗൗരവത്തോടെ അവളെ നോക്കി. "നമുക്ക് ചില ടെസ്റ്റുകൾ കൂടി ചെയ്യണം. ഒരു ബയോപ്സി വേണ്ടിവരും." ബയോപ്സി എന്ന വാക്ക് മീരയുടെ കാതുകളിൽ ഒരു ബോംബ് പോലെയാണ് പതിച്ചത്. ഒരു കൊടുങ്കാറ്റ് വന്ന് വീടിന്റെ മേൽക്കൂര പറത്തിക്കൊണ്ടുപോകുമ്പോൾ തന്നെ ഭൂമി പിളർന്ന് താഴേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ട്. മീര അനുഭവിച്ചത് അതായിരുന്നു. ഒരു വൈകുന്നേരം ആദർശിന്റെ അലമാര അടുക്കി വയ്ക്കുമ്പോൾ
അവന്റെ പഴയൊരു ഡയറിയുടെ താളുകൾക്കിടയിൽ നിന്ന് അവൾക്കൊരു ഫോട്ടോ കിട്ടി. ആദർശും ലാവണ്യയും ഒരു റിസോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ചേർന്നു നിൽക്കുന്ന ഒരു ചിത്രം. അവന്റെ കൈ അവളുടെ തോളിലായിരുന്നു. അവരുടെ കണ്ണുകളിൽ പ്രണയത്തിന്റെ അതേ തിളക്കം, ഒരു കാലത്ത് മീരയ്ക്ക് മാത്രം സ്വന്തമായിരുന്ന അതേ തിളക്കം. അതൊരു തെളിവായിരുന്നു, അവളുടെ സംശയങ്ങൾ ശരിയായിരുന്നുവെന്ന് ഉറപ്പിക്കുന്ന കത്തിമുനയുള്ള തെളിവ്. ആ ഫോട്ടോ കയ്യിൽ പിടിച്ച് അവൾ തളർന്നിരുന്നു പോയി. എത്ര നേരം അങ്ങനെ ഇരുന്നുവെന്ന് അവൾക്കറിയില്ല. അതേ ദിവസമാണ് അവളുടെ ബയോപ്സി റിപ്പോർട്ട് വന്നത്. അവൾ ആശുപത്രിയിലേക്ക് വിളിച്ചു. നഴ്സിന്റെ ശബ്ദം താഴ്ന്നിരുന്നു. മീര, ഡോക്ടർക്ക് നേരിട്ട് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ തന്നെ വരണം. അവളുടെ ഉള്ളിൽ ഒരു കടൽ ഇരമ്പി. പിറ്റേന്ന് കയ്യിൽ ആ ഫോട്ടോയും വെച്ച് അവൾ ആശുപത്രിയിലേക്ക് പോയി. ഡോക്ടറുടെ മുറിയിൽ ആ ഫോട്ടോയേക്കാൾ ഭീകരമായ ഒരു സത്യം അവളെ കാത്തിരിപ്പുണ്ടായിരുന്നു. മീര, റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ബ്രസ്റ്റിലാണ് പ്രശ്നം. മാലിഗ്നന്റ് ആണ്. ക്യാൻസർ. ആ വാക്ക് ഒരു വിഷപ്പാമ്പായി അവളുടെ ഞരമ്പുകളിലേക്ക് അരിച്ചിറങ്ങി. അവൾക്ക് ചുറ്റുമുള്ളതെല്ലാം കറങ്ങുന്നതുപോലെ തോന്നി. ഒരു വശത്ത് തകർന്ന ജീവിതം, മറുവശത്ത് കാർന്നു തിന്നുന്ന രോഗം. അന്ന് രാത്രി അവളെല്ലാം സംഭരിച്ച് ആദർശിനോട് സംസാരിക്കാൻ തീരുമാനിച്ചു. കയ്യിൽ ഫോട്ടോയും ഹോസ്പിറ്റൽ റിപ്പോർട്ടും വെച്ച് അവൾ അവന്റെ മുന്നിൽ നിന്നു. ഇതാരാണ്? അവൾ ഫോട്ടോ കാണിച്ചു. അവൻ ഒരു നിമിഷം പതറി. പിന്നെ അവന്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. അത് നിനക്കെന്തിനാ? എനിക്കറിയണം. എന്റെ ഭർത്താവിന്റെ കൂടെ നിൽക്കുന്ന ഈ സ്ത്രീ ആരാണെന്ന് എനിക്കറിയണം. അവൾ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാണ്. അതിനിപ്പോ എന്താ? ജോലി ചെയ്യുന്നവർ ഇങ്ങനെയാണോ ഫോട്ടോ എടുക്കുന്നത്? അവളുടെ ശബ്ദമിടറി. അവൻ ചിരിച്ചു, ക്രൂരമായ ഒരു ചിരി. അതെ, ഇങ്ങനെയാണ്. നിന്നെപ്പോലൊരു പഴഞ്ചൻ വീട്ടിലിരിക്കുന്നതുകൊണ്ടാണ് ഇതൊന്നും അറിയാത്തത്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ഹോസ്പിറ്റൽ റിപ്പോർട്ട് അവന് നേരെ നീട്ടി. എനിക്ക് ക്യാൻസറാണ്. അവൻ ആ റിപ്പോർട്ടിലേക്കൊന്ന് നോക്കി. എന്നിട്ട് പുച്ഛത്തോടെ അവളെ നോക്കി. ഓഹോ, പുതിയ അടവ് ഇതാണല്ലേ? സഹതാപം പിടിച്ചുപറ്റാൻ. നിന്റെ വീട്ടുകാരുടെ പാരമ്പര്യം വല്ലതുമാണോ? ഇനി ഇതിന്റെ ചികിത്സയ്ക്ക് കൂടി ഞാൻ പണം കണ്ടെത്തണം അല്ലേ? എന്നെക്കൊണ്ട് പറ്റില്ല. നിന്റെ അച്ഛനോട് പോയി പറ. ആ വാക്കുകൾ കേട്ട് മീര തകർന്നുപോയി. അവളുടെ മുന്നിൽ നിന്നത് അവൾ പ്രണയിച്ച പുരുഷനായിരുന്നില്ല. അപരിചിതനായ, ഹൃദയമില്ലാത്ത ഒരു രാക്ഷസനായിരുന്നു. അവൾ ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് നടന്നു. കട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന മകൾ ദിയയുടെ അടുത്തേക്ക് അവൾ ചെന്നു. ആ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവളുടെ കണ്ണുനീർ ഒരു അണക്കെട്ട് പൊട്ടിയ പോലെ ഒഴുകി. 2 യുദ്ധങ്ങൾ, ഒന്ന് പുറത്ത് അധികാരവും സ്വാധീനവുമുള്ള ശത്രുക്കളോട്, മറ്റൊന്നകത്ത് സ്വന്തം ശരീരത്തെ കാർന്നു തിന്നുന്ന രോഗത്തോട്. ഞാൻ തനിച്ചാണ്, പക്ഷെ എനിക്ക് തോൽക്കാൻ പറ്റില്ല. എന്റെ മകൾക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം, എനിക്ക് പോരാടണം. അവൾ ദിയയെ ചേർത്ത് പിടിച്ചു കിടന്നു. പുറത്ത് ആകാശം ഇരുണ്ട് കറുത്തിരുന്നു. ഏത് നിമിഷവും പെയ്തൊഴിയാൻ വെമ്പി നിൽക്കുന്ന ഒരു വലിയ കൊടുങ്കാറ്റിന്റെ തുടക്കമായിരുന്നു അത്. ആ രാത്രിക്ക് ശേഷം മീര കരഞ്ഞില്ല. കണ്ണുനീർ വറ്റിപ്പോയ ഒരു പുഴ പോലെ അവളുടെ കണ്ണുകൾ നിശ്ചലമായി. ആദർശിന്റെ വാക്കുകൾ ഒരു ചുറ്റിക പോലെ അവളുടെ ഹൃദയത്തിൽ പതിച്ചെങ്കിലും അത് തകർന്നില്ല. പകരം കൂടുതൽ ഉറച്ച ഒരു കരിങ്കല്ലായി മാറി. ഉറങ്ങുന്ന ദിയയുടെ നെറുകയിൽ അവൾ തലോടി. ഈ നിഷ്കളങ്കമായ മുഖമാണ് ഇനി അവളുടെ പോർക്കളം. ഇവൾക്ക് വേണ്ടിയാണ് ഈ യുദ്ധം. പിറ്റേന്ന് രാവിലെ ആദർശ് എഴുന്നേൽക്കും മുൻപേ അവൾ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു. അച്ഛനോട് എല്ലാം തുറന്നു പറയാൻ അവളുടെ ശബ്ദം ഇടറി. പക്ഷേ അവൾ പിടിച്ചു നിന്നു. അച്ഛാ, എനിക്കൊരു ചെറിയ ആരോഗ്യ പ്രശ്നമുണ്ട്. കുറച്ചുനാൾ ചികിത്സ വേണം. കുറച്ചു പണം ആവശ്യമുണ്ട്. മകളുടെ ശബ്ദത്തിലെ മാറ്റം ആ അച്ഛൻ തിരിച്ചറിഞ്ഞു. കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് അവളെ വിഷമിപ്പിക്കാതെ അയാൾ പറഞ്ഞു, മോൾ എന്തിനാ പേടിക്കുന്നത്? അച്ഛനില്ലേ ഇവിടെ. പണത്തിന്റെ കാര്യം മോള് നോക്കണ്ട. അങ്ങനെ മീരയുടെ രഹസ്യയുദ്ധം തുടങ്ങി. ആശുപത്രിയിലേക്കുള്ള ഓരോ യാത്രയും ഒരു ഒളിച്ചോട്ടമായിരുന്നു. ആദർശിന്റെയും അവന്റെ വീട്ടുകാരുടെയും കണ്ണുവെട്ടിച്ച് ദിയയെ അടുത്ത വീട്ടിലെ കൂട്ടുകാരിയെ ഏൽപ്പിച്ച് അവൾ ബസ് കയറി. കീമോതെറാപ്പി എന്ന വാക്കിന്റെ ഭീകരത അവൾ അറിഞ്ഞു തുടങ്ങി. മരുന്നുകൾ ഞരമ്പുകളിലേക്ക് അരിച്ചിറങ്ങുമ്പോൾ ശരീരത്തിലെ ഓരോ അണുവും വേദന കൊണ്ട് പുളയുന്നതുപോലെ തോന്നി. മുടിയിഴകൾ കൊഴിഞ്ഞുപോയപ്പോൾ കണ്ണാടിയിൽ നോക്കാൻ അവൾ ഭയന്നു. പക്ഷെ തോൽക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. കൊഴിഞ്ഞുപോയ മുടിക്ക് പകരം അവൾ ഒരു വിഗ് വാങ്ങി. വിളറിയ മുഖത്തെ ക്ഷീണം മറയ്ക്കാൻ കൺമഷിയും സിന്ദൂരവും അവളുടെ കവചങ്ങളായി.
കീമോ വാർഡ് ഒരു പുതിയ ലോകമായിരുന്നു. വേദനിക്കുന്ന ശരീരങ്ങളുള്ള പക്ഷേ തളരാത്ത മനസ്സുകളുള്ള ഒരു ലോകം. അവിടെ അവൾ ലീലച്ചേച്ചിയെ കണ്ടുമുട്ടി. ചിരിക്കുന്ന മുഖത്തോടെ, തലയിൽ സ്കാർഫ് കെട്ടി, എല്ലാവർക്കും ധൈര്യം കൊടുത്തു നടക്കുന്ന ഒരു സ്ത്രീ. അവർക്ക് അസുഖം അവസാന ഘട്ടത്തിലായിരുന്നു. എന്നിട്ടും അവർ തമാശകൾ പറഞ്ഞു, പാട്ടുകൾ പാടി. ഒരു ദിവസം കീമോയുടെ ക്ഷീണത്തിൽ മയങ്ങുകയായിരുന്ന മീരയുടെ അടുത്ത് ലീലച്ചേച്ചി വന്നിരുന്നു. എന്താ മോളെ, വലിയ ആലോചന? മീരയൊന്നും മിണ്ടിയില്ല. ജീവിതം കൈവിട്ടു പോകുവാണെന്ന് തോന്നുന്നുണ്ടോ? അവർ സ്നേഹത്തോടെ ചോദിച്ചു. മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ലീലച്ചേച്ചിയുടെ മടിയിലേക്ക് ചാഞ്ഞ് അടക്കിവെച്ച സങ്കടങ്ങളെല്ലാം ഒരു കരച്ചിലായി പുറത്തേക്കൊഴുക്കി. ഭർത്താവിന്റെ വഞ്ചന, രോഗത്തിന്റെ വേദന, എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ലീലച്ചേച്ചി അവളുടെ മുടിയിൽ തലോടി. മോളെ, നമ്മൾ പെണ്ണുങ്ങൾ സഹിക്കാൻ വേണ്ടി ജനിച്ചവരാണെന്ന് പലരും പറയും. ഞാൻ പറയും, നമ്മൾ പോരാടാൻ വേണ്ടി ജനിച്ചവരാണെന്ന്. നിന്റെ ശരീരത്തിലെ ഈ രോഗത്തോട് നീ പോരാടുന്നുണ്ടല്ലോ, അതുപോലെ നിന്നെ വേദനിപ്പിച്ച ആ ജീവിതത്തോടും നീ പോരാടണം. നിനക്ക് വേണ്ടി മാത്രമല്ല, നിന്റെ കുഞ്ഞിനു വേണ്ടി. ആ വാക്കുകൾ മീരയ്ക്ക് നൽകിയത് പുതിയൊരു ഊർജമായിരുന്നു. ഞാൻ എന്തു ചെയ്യണം ചേച്ചി? നിയമം നിന്റെ കൂടെ നിൽക്കണം. നല്ലൊരു വക്കീലിനെ കാണണം. നിന്റെ അവകാശങ്ങൾ നേടിയെടുക്കണം. ഓർമ്മ വെച്ചോ, ശരീരത്തിലെ ക്യാൻസറിനേക്കാൾ വിഷമുള്ളതാണ് ചില മനുഷ്യർ. ആ വിഷത്തെ ഇറക്കി വയ്ക്കാതെ നിനക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല. അന്ന് ആശുപത്രിയിൽ നിന്നിറങ്ങുമ്പോൾ മീര ഒരു തീരുമാനമെടുത്തിരുന്നു. ഈ യുദ്ധത്തിൽ നിയമം എന്റെ ആയുധമാകും. പോർക്കളത്തിലെ ആദ്യ ചുവട് അവൾ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. നഗരത്തിലെ ഏറ്റവും തിരക്കുള്ള ആശുപത്രിയായിരുന്നു അത്. കീമോ കഴിഞ്ഞ് തലയിലെ വിഗ് ശരിയാക്കി വെച്ച്, മുഖം ഷാൾ കൊണ്ട് പാതി മറച്ച്, ഫാർമസിക്ക് മുന്നിലെ നീണ്ട ക്യൂവിൽ നിൽക്കുകയായിരുന്നു മീര. തല കറങ്ങുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു ജോഡി കണ്ണുകൾ തന്നെ തുളച്ചു കയറുന്നത് അവൾ ശ്രദ്ധിച്ചത്. ശാന്തമായ മുഖം, പക്ഷെ ആഴമുള്ള എന്തോ തിരയുന്നതുപോലെയുള്ള കണ്ണുകൾ. 40-നടുത്ത് പ്രായം തോന്നിക്കുന്ന ഒരാൾ. അയാൾ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. മീരയുടെ നോട്ടം കണ്ടപ്പോൾ അയാൾ പെട്ടെന്ന് കണ്ണുമാറ്റി തിടുക്കത്തിൽ നടന്നുപോയി. ആ നോട്ടം മീരയുടെ ഉള്ളിൽ ഒരു അസ്വസ്ഥതയുണ്ടാക്കി. ആരാണയാൾ? ആദർശിന്റെ ആരെങ്കിലുമാണോ? തന്നെ നിരീക്ഷിക്കാൻ ഏൽപ്പിച്ചതാണോ? അവളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. അതേസമയം ആശുപത്രിയുടെ പാർക്കിങ്ങിൽ തന്റെ കാറിലിരുന്ന് രാജൻ സ്റ്റിയറിംഗിൽ അമർത്തിപ്പിടിച്ചിരുന്നു. അയാളുടെ മനസ്സിൽ അല്പം മുൻപ് കണ്ട ആ സ്ത്രീയുടെ മുഖമായിരുന്നു. ക്ഷീണിച്ച് വിളറിയ മുഖം, പക്ഷേ ആ കണ്ണുകളിലെ തീക്ഷ്ണത. ലാവണ്യയുടെ ഫോണിലെ ഗാലറിയിൽ ആദർശിനൊപ്പം നിൽക്കുന്ന ഫോട്ടോയിൽ കണ്ട അതേ മുഖം. ആദർശിന്റെ ഭാര്യ. രാജൻ ഒരു ബിസിനസ്സുകാരനായിരുന്നു. വികാരങ്ങൾ അധികം പ്രകടിപ്പിക്കാത്ത നിശബ്ദനായ മനുഷ്യൻ. ഭാര്യ ലാവണ്യയുടെ മാറ്റങ്ങൾ അയാൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായിരുന്നു. രാത്രികളിലെ അടക്കിപ്പിടിച്ച ഫോൺ സംസാരങ്ങൾ, അപ്രതീക്ഷിതമായ ഡിപ്പാർട്ട്മെന്റ് ടൂറുകൾ, വരവിനേക്കാൾ കൂടിയ ചിലവുകൾ. അയാൾ സംശയിച്ചു, പക്ഷെ ഒന്നും ചോദിച്ചില്ല. പകരം നിശബ്ദമായി തെളിവുകൾ ശേഖരിച്ചു. ഫോൺ ബില്ലുകൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, കാറിലെ GPS ഹിസ്റ്ററി. ഓരോന്നും അയാളുടെ സംശയങ്ങളെ ഉറപ്പിച്ചു. പക്ഷേ ഇന്ന് ആശുപത്രിയിൽ വെച്ച് മീരയെ കണ്ടപ്പോൾ അയാളുടെ ഉള്ളിലെവിടെയോ ഒരു നീറ്റലുണ്ടായി. ഇത് വെറുമൊരു അവിഹിതത്തിന്റെ കഥയല്ല. ഇതിൽ ഒരുപാട് വേദനയുണ്ട്. ആ സ്ത്രീയുടെ അവസ്ഥ ഒരുപക്ഷെ അവൾക്കുമെല്ലാം അറിയാമായിരിക്കും. മീര വക്കീലിനെ കണ്ടു. അഡ്വക്കേറ്റ് ഫാത്തിമ. സ്ത്രീകളുടെ കേസുകൾ വാദിക്കുന്നതിൽ പ്രശസ്തയായ, കരുത്തയായ ഒരു സ്ത്രീയായിരുന്നു അവർ. മീരയുടെ കഥ മുഴുവൻ കേട്ടപ്പോൾ അവർ പറഞ്ഞു, മീര, നമുക്ക് ശക്തമായ തെളിവുകൾ വേണം. ഡൊമസ്റ്റിക് വയലൻസിനും സ്ത്രീധന പീഡനത്തിനും നമുക്ക് കേസ് ഫയൽ ചെയ്യാം. അതറിഞ്ഞപ്പോൾ ആദർശിന്റെ സ്വഭാവം മാറി. ഭീഷണിയുടെ രൂപത്തിലായി അടുത്ത നീക്കം. രാത്രിയിൽ വീടിന്റെ കോളിംഗ് ബെൽ തുടർച്ചയായി മുഴങ്ങും. വാതിൽ തുറക്കുമ്പോൾ ആരുമുണ്ടാകില്ല. അപരിചിതമായ നമ്പറുകളിൽ നിന്ന് ഭീഷണി കോളുകൾ വരും. കേസ് പിൻവലിച്ചില്ലെങ്കിൽ നിന്റെ മകളെ നീ പിന്നെ കാണില്ല. ലാവണ്യയുടെ ക്രൂരമായ ചിരി ആ വാക്കുകൾക്ക് പിന്നിലുണ്ടെന്ന് മീരയ്ക്ക് ഉറപ്പായിരുന്നു. അവൾ ഭയന്നു, പക്ഷെ തളർന്നില്ല. ഒരു ദിവസം കോടതിയിൽ പോയി മടങ്ങിവരുമ്പോൾ അവൾ തന്റെ സ്കൂട്ടർ പാർക്ക് ചെയ്ത സ്ഥലത്തെത്തി. ഹാൻഡിലിൽ ഒരു പഴയ ബില്ലിന്റെ തുണ്ടിൽ എന്തോ എഴുതി തിരികെ വച്ചിരിക്കുന്നു. വിറയ്ക്കുന്ന കൈകളോടെ അവൾ അതെടുത്തു. നീലമഷിയിൽ ഒരൊറ്റ വാചകം: പോരാടേണ്ടത് അവിഹിതത്തോടല്ല,
അഴിമതിയോടാണ്. മീരയുടെ ശരീരം ഒരു നിമിഷം മരവിച്ചുപോയി. ആരാണിത്? ഈ വാചകത്തിന്റെ അർത്ഥമെന്താണ്? ഇത് ആദർശ് വെച്ച പുതിയ കെണിയാണോ? അതോ ആശുപത്രിയിൽ വെച്ച് തന്നെ തുളച്ചുകയറിയ ആ കണ്ണുകൾ അതൊരു അജ്ഞാതനായ സഹായിയുടേതായിരുന്നുവോ? അവളുടെ യുദ്ധത്തിന് പുതിയൊരു ദിശാബോധം കൈവരികയായിരുന്നു. ശത്രുക്കൾ മാത്രമല്ല, ഒരുപക്ഷെ മിത്രങ്ങളും ഈ ഇരുട്ടിൽ എവിടെയോ മറഞ്ഞിരിപ്പുണ്ട്. അവൾ ആ കടലാസ് കഷണം മുറുകെ പിടിച്ചു. പോരാടേണ്ടത് അവിഹിതത്തോടല്ല, അഴിമതിയോടാണ്. ആ ഒരൊറ്റ വാചകം മീരയുടെ ഉറക്കം കെടുത്തി. ആ കടലാസുതുണ്ട് അവൾ തന്റെ ഡയറിക്കുള്ളിൽ ഭദ്രമായി സൂക്ഷിച്ചു. ആരാണത് എഴുതിയത്? എന്തിനായിരുന്നു അത്? ഓരോ ചോദ്യത്തിനും അവളുടെ മനസ്സിൽ ഉത്തരമുണ്ടായിരുന്നില്ല. അതൊരു കെണിയാണോ എന്ന് അവൾ ഭയന്നു. അടുത്ത തവണ അഡ്വക്കേറ്റ് ഫാത്തിമയെ കണ്ടപ്പോൾ മീര ആ കടലാസ് അവരെ കാണിച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ഫാത്തിമയുടെ മുഖം ഗൗരവപൂർണമായി. മീര, ഇത് സൂക്ഷിക്കണം. ഇതൊരു കെണിയാകാനും സാധ്യതയുണ്ട്. ആദർശിന് നിന്നേക്കാൾ നന്നായി നിയമമറിയാം. ഒരുപക്ഷെ നിന്നെ തെറ്റായ ദിശയിലേക്ക് നയിക്കാനുള്ള ഒരു ശ്രമമായിരിക്കാം ഇത്. ഫാത്തിമയുടെ വാക്കുകൾ മീരയുടെ ഭയം കൂട്ടി. അവൾ വീണ്ടും ആശയക്കുഴപ്പത്തിലായി. അതേസമയം രാജൻ അസ്വസ്ഥനായിരുന്നു. മീര നിയമപരമായി നീങ്ങുന്നുണ്ടെങ്കിലും അവളുടെ പോരാട്ടം ഇപ്പോഴും ഗാർഹിക പീഡനത്തിലും അവിഹിതത്തിലും ഒതുങ്ങി നിൽക്കുകയാണെന്ന് അയാൾക്ക് തോന്നി. ആഴത്തിലുള്ള വേരുകൾ അവൾ കാണുന്നില്ല. നേരിട്ട് ബന്ധപ്പെടുന്നത് അപകടമാണ്. ലാവണ്യയുടെ ചതിയുടെ ആഴം അറിയാവുന്നതുകൊണ്ട് അവൾ എന്തും ചെയ്യാൻ മടിക്കില്ലെന്ന് അയാൾക്കുറപ്പായിരുന്നു. ഒടുവിൽ അയാൾ ഒരു തീരുമാനമെടുത്തു. പുതിയൊരു സിം കാർഡ് വാങ്ങി ഒരു സാധാരണ ഫോണിലിട്ട് അയാൾ മീരയ്ക്ക് ഒരു സന്ദേശം അയച്ചു. നിങ്ങളുടെ ഭർത്താവും എന്റെ ഭാര്യയും ചേർന്ന് നടത്തുന്നത് വെറുമൊരു പ്രണയമല്ല, അതൊരു ബിസിനസ്സാണ്. തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. ആ സന്ദേശം മീരയുടെ ഫോണിൽ തെളിഞ്ഞപ്പോൾ അവളുടെ ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയി. സ്കൂട്ടറിന്റെ ഹാൻഡിലിൽ നിന്ന് കിട്ടിയ അതേ കയ്യക്ഷരത്തിന്റെ മണം ആ വാക്കുകൾക്കുണ്ടായിരുന്നു. ഇത് കെണിയല്ല, ഇത് സത്യമാണ്. ആശുപത്രിയിൽ വെച്ച് കണ്ട ആ കണ്ണുകൾ, അത് ലാവണ്യയുടെ ഭർത്താവിൻ്റേതായിരുന്നു. വിറയ്ക്കുന്ന വിരലുകളോടെ അവൾ മറുപടി ടൈപ്പ് ചെയ്തു. ആരാണ് നിങ്ങൾ? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അധികം വൈകാതെ മറുപടി വന്നു. എനിക്ക് വേണ്ടത് നീതിയാണ്. നിങ്ങൾക്കും അത് തന്നെയല്ലേ വേണ്ടത്? നേരിൽ കാണാൻ പറ്റില്ല, പക്ഷേ ഞാൻ സഹായിക്കാം. അവരുടെ സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾ അറിയാത്ത വഴികളിലൂടെ പണം ഒഴുകുന്നുണ്ട്. ആ സന്ദേശം മീരയുടെ മുന്നിൽ പുതിയൊരു വാതിൽ തുറന്നു. അഴിമതി, ബിസിനസ്, സാമ്പത്തിക ഇടപാടുകൾ. അവളുടെ യുദ്ധത്തിന്റെ പോർക്കളം അവൾ കരുതിയതിലും വലുതായിരുന്നു. ഭയം പതിയെ വഴിമാറി. പകരം അവളുടെ മനസ്സിൽ ഒരുതരം വാശി നിറഞ്ഞു. ഈ കളിയുടെ നിയമങ്ങൾ മാറ്റിയെഴുതാൻ സമയമായിരിക്കുന്നു. അധ്യായം 7. പൂട്ടിവെച്ച അറകൾ. രാജന്റെ സന്ദേശം മീരയുടെ ചിന്തകളെ മാറ്റിമറിച്ചു. അഡ്വക്കേറ്റ് ഫാത്തിമയുടെ സഹായത്തോടെ അവൾ പുതിയൊരു തന്ത്രം മെനഞ്ഞു. ഇനി വേണ്ടത് തെളിവുകളാണ്. പണത്തിന്റെ വഴികൾ കണ്ടെത്തണം. അപ്പോഴാണ് അവൾ ആദർശിന്റെ മുറിയിലെ ആ പഴയ മേശയെക്കുറിച്ച് ഓർത്തത്. അതിലെ ഒരു അറ എപ്പോഴും പൂട്ടിയാണ് ഇരിക്കാറ്. താക്കോൽ എവിടെയാണെന്ന് അവൾക്കറിയില്ല. പ്രധാനപ്പെട്ട ചില ഡിപ്പാർട്ട്മെന്റ് പേപ്പറുകളാണ് എന്നാണ് അവൻ പറഞ്ഞിരുന്നത്. അവൾ അന്നുവരെ അതിൽ താൽപ്പര്യം കാണിച്ചിരുന്നില്ല. ഒരു ദിവസം ദിയ സ്കൂളിൽ പോയ നേരം ആദർശ് ജോലിസ്ഥലത്തുമായിരുന്നപ്പോൾ മീര ആ മുറിയിൽ കടന്നു. ഒരു ഹെയർപിൻ ഉപയോഗിച്ച് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ആ അറ തുറക്കാൻ അവൾക്ക് കഴിഞ്ഞു. അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അകത്ത് ഒരുപാട് കടലാസുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെയുണ്ടായിരുന്നത് അവളെ ഞെട്ടിച്ചു. അവൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ബാങ്കിന്റെ പാസ്ബുക്ക്. ആദർശിന്റെ പേരിൽ, പക്ഷേ നോമിനിയായി ലാവണ്യയുടെ പേര്. അതിൽ ലക്ഷങ്ങളുടെ ഇടപാടുകൾ നടന്നിരിക്കുന്നു. അതോടൊപ്പം ലാവണ്യയുടെ പേരിൽ അടുത്ത കാലത്ത് വാങ്ങിയ ഒരു ഫ്ളാറ്റിന്റെ രേഖകളും വില കൂടിയ ആഭരണങ്ങൾ വാങ്ങിയതിന്റെ ചില ബില്ലുകളും. ഓരോന്നും ഓരോ ബോംബുകളായിരുന്നു. അവൾ വിറയ്ക്കുന്ന കൈകളോടെ തന്റെ ഫോണിൽ എല്ലാ രേഖകളുടെയും വ്യക്തമായ ചിത്രങ്ങളെടുത്തു. ആദ്യത്തെ ശക്തമായ തെളിവ് അവളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നു. അതേസമയം രാജൻ അവന്റെ ഭാഗം ഭംഗിയാക്കുകയായിരുന്നു. ലാവണ്യയുടെ നീക്കങ്ങൾ അയാൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. നഗരത്തിലെ കുപ്രസിദ്ധനായ ഒരു ബിൽഡറുമായി അവൾ പലതവണ കൂടിക്കാഴ്ച നടത്തുന്നത് അയാൾ കണ്ടെത്തി.
ആദർശും ലാവണ്യയും തങ്ങളുടെ പോലീസ് അധികാരം ഉപയോഗിച്ച് ആ ബിൽഡറുടെ നിയമവിരുദ്ധമായ നിർമ്മാണങ്ങൾക്ക് സഹായം നൽകുന്നുണ്ടെന്നും അതിന് പ്രതിഫലമായി പണം കൈപ്പറ്റുന്നുണ്ടെന്നും അയാൾക്ക് വ്യക്തമായി. ഒരു കഫേയിൽ വെച്ച് അവർ സംസാരിക്കുന്നത് ദൂരെ ഇരുന്ന് അയാൾ റെക്കോർഡ് ചെയ്തു. ശബ്ദം അത്ര വ്യക്തമല്ലായിരുന്നെങ്കിലും സംഭാഷണത്തിലെ ചില ഭാഗങ്ങൾ അവരുടെ അവിശുദ്ധ കൂട്ടുകെട്ടിന് തെളിവായിരുന്നു. ഇനി ഈ തെളിവുകൾ മീരയുടെ കയ്യിലെത്തിക്കണം. അതായിരുന്നു അടുത്ത പടി. അയാൾ ആ ഓഡിയോ ഫയൽ ഒരു പെൻഡ്രൈവിലേക്ക് മാറ്റി. അതോടൊപ്പം താൻ ശേഖരിച്ച മറ്റു ചില രേഖകളും ചേർത്ത് ഒരു കവറിലാക്കി. കെണി ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. ഇരകൾ അറിയാതെ അവരുടെ തന്നെ ലോകത്ത് അവർക്ക് ചുറ്റും ഒരു വല മുറുകുകയായിരുന്നു. അഡ്വക്കേറ്റ് ഫാത്തിമയുടെ ഓഫീസിലെ നിശബ്ദതയിൽ ആ പെൻഡ്രൈവിലെ ഓഡിയോ ഫയൽ ഒരു ഇടിമുഴക്കം പോലെ നിറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ഫാത്തിമ കസേരയിലേക്ക് ചാരിയിരുന്നു. അവരുടെ മുഖം ഗൗരവപൂർണമായിരുന്നു. മീര, ഇത് നമ്മൾ കുടുംബകോടതിയിലല്ല ഉപയോഗിക്കേണ്ടത്. ഇത് അതിനേക്കാൾ വലുതാണ്. ഇത് നാടിനെ ബാധിക്കുന്ന ഒരു അർബുദമാണ്. ഇതിനെ വേരോടെ പിഴുതെറിയണം. ഫാത്തിമയുടെ വാക്കുകൾക്ക് നിയമത്തിന്റെ മൂർച്ചയുണ്ടായിരുന്നു. നമ്മൾ ഇത് വിജിലൻസിന് കൈമാറുന്നു. നിങ്ങളുടെ പേരോ വിവരങ്ങളോ പുറത്തുവരില്ല. പക്ഷേ ഈ തെളിവുകൾ സംസാരിക്കും. അതൊരു അപകടം പിടിച്ച നീക്കമായിരുന്നു. ഡിപ്പാർട്ട്മെന്റിലെ ചെന്നായ്ക്കൾക്ക് മുന്നിലേക്ക് ഇരയെ എറിഞ്ഞുകൊടുക്കുന്നത് പോലെ. പക്ഷെ മീരയ്ക്ക് ഭയമുണ്ടായിരുന്നില്ല. മരണത്തെ മുഖാമുഖം കണ്ടവൾക്ക് പിന്നെന്തു പേടിക്കാൻ? ഫാത്തിമയുടെ പരിചയത്തിൽ സത്യസന്ധനും കരുത്തനുമായ ഒരു വിജിലൻസ് ഉന്നത ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അവർ ഒരു രഹസ്യ കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കി. കീമോയുടെ ക്ഷീണം ശരീരത്തെ തളർത്തുമ്പോഴും മീരയുടെ മനസ്സ് പാറ പോലെ ഉറച്ചിരുന്നു. ഒരു വൈകുന്നേരം ആളൊഴിഞ്ഞ ഒരു ഗസ്റ്റ് ഹൗസിൽ വെച്ച് അവൾ ആ ഉദ്യോഗസ്ഥനെ കണ്ടു. മുഖം ഷാൾ കൊണ്ട് മറച്ചിരുന്നെങ്കിലും അവളുടെ കണ്ണുകളിലെ തീക്ഷ്ണത അയാൾ ശ്രദ്ധിച്ചു. അവൾ ആ പെൻഡ്രൈവും താൻ ശേഖരിച്ച രേഖകളും അയാൾക്ക് കൈമാറി. എല്ലാം പരിശോധിച്ച ശേഷം അയാൾ അവളെ നോക്കി. നിങ്ങൾ ധൈര്യശാലിയായ ഒരു സ്ത്രീയാണ്. ഈ തെളിവുകൾ മതി ഇവരുടെ സാമ്രാജ്യം തകർക്കാൻ. നിങ്ങളുടെ പേര് ഒരു കാരണവശാലും പുറത്തുവരില്ലെന്ന് ഞാൻ ഉറപ്പുതരുന്നു. ഇനി എല്ലാം നിയമത്തിന്റെ വഴിക്ക് നടക്കും. ആ വാക്കുകൾ ഒരു ഉറപ്പായിരുന്നു. കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത പോലെ ദിവസങ്ങൾ കടന്നുപോയി. ആദർശോ ലാവണ്യയോ ഒന്നും അറിഞ്ഞിരുന്നില്ല. അവർ തങ്ങളുടെ വിജയങ്ങൾ ആഘോഷിക്കുകയായിരുന്നു. മീരയുടെ കേസ് ദുർബലമായെന്നും അവൾ തോൽക്കാൻ പോവുകയാണെന്നും അവർ വിശ്വസിച്ചു. മീരയാകട്ടെ തന്റെ യുദ്ധത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരുന്നു. ആശുപത്രിയിലെ കീമോ വാർഡിൽ അവൾ തന്റെ ശരീരത്തോടുള്ള പോരാട്ടം തുടരുകയായിരുന്നു. ഓരോ ദിവസവും അവൾ സ്വയം പറഞ്ഞു, എനിക്ക് ജയിക്കണം, എന്റെ മകൾക്കു വേണ്ടി. അധ്യായം 11. ഇരട്ട വിജയം. ആശുപത്രിയിലെ മുറിയിൽ ലീലച്ചേച്ചിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു മീര. കീമോയുടെ വേദന അവളെ തളർത്തിയിരുന്നു. ടിവിയിൽ പഴയൊരു സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്നാണ് സിനിമ നിശ്ചലമായി സ്ക്രീനിൽ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് തെളിഞ്ഞത്. അഴിമതി കേസിൽ സബ് ഇൻസ്പെക്ടർ ആദർശും സഹപ്രവർത്തകയായ വനിതാ ഉദ്യോഗസ്ഥയും വിജിലൻസ് കസ്റ്റഡിയിൽ. വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടെത്തി. വാർത്താ അവതാരകയുടെ ശബ്ദം മുറിയിൽ മുഴങ്ങി. ഷാൾ കൊണ്ട് മുഖം മറച്ച് കൈകളിൽ വിലങ്ങുമായി പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്ന ആദർശിന്റെയും ലാവണ്യയുടെയും ദൃശ്യങ്ങൾ സ്ക്രീനിൽ നിറഞ്ഞു. അവരുടെ അഹങ്കാരത്തിന്റെ മുഖംമൂടികൾ അഴിഞ്ഞുവീണിരുന്നു. പകരം ഭയവും അപമാനവും നിഴലിച്ച മുഖങ്ങൾ. വാർഡിലെ എല്ലാവരും ടിവിക്ക് മുന്നിൽ തടിച്ചുകൂടി. ലീലച്ചേച്ചി മീരയുടെ കരം മുറുകെ പിടിച്ചു. അവരുടെ കണ്ണുകളിൽ ഒരു സഹോദരിയുടെ അഭിമാനം നിറഞ്ഞു. മീരയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പക്ഷേ അത് വേദനയുടെ കണ്ണുനീരായിരുന്നില്ല, വിജയത്തിന്റെ കണ്ണുനീരായിരുന്നു. അവളുടെ പുറത്തെ ശത്രുക്കൾ നിയമത്തിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു. അതേ നിമിഷം ഡോക്ടർ ഒരു പുഞ്ചിരിയോടെ മുറിയിലേക്ക് കടന്നുവന്നു. കയ്യിൽ അവളുടെ ഏറ്റവും പുതിയ മെഡിക്കൽ റിപ്പോർട്ടുണ്ടായിരുന്നു. മീര, ഒരു സന്തോഷവാർത്തയുണ്ട്. ഡോക്ടർ അവളുടെ അരികിലിരുന്നു. ചികിത്സ ഫലിക്കുന്നുണ്ട്. ട്യൂമർ കാര്യമായി ചുരുങ്ങുന്നുണ്ട്. നമ്മൾ ഈ യുദ്ധം ജയിക്കും. ആ വാക്കുകൾ ഒരു അമൃത് പോലെയാണ് മീരയുടെ കാതുകളിൽ പതിച്ചത്. അവളുടെ ഉള്ളിലെ ശത്രുവും തോൽവി സമ്മതിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരേ ദിവസം ഒരേ നിമിഷം അവൾ 2 യുദ്ധങ്ങൾ ജയിച്ചിരിക്കുന്നു. വർഷങ്ങൾക്കിപ്പുറം ആദ്യമായി അവൾ വേദനയില്ലാതെ, ഭാരമില്ലാതെ, ആശ്വാസത്തോടെ കരഞ്ഞു. അത് പുനർജന്മത്തിന്റെ കണ്ണുനീരായിരുന്നു.
കൊടുങ്കാറ്റ് അവസാനിച്ചിരിക്കുന്നു. ഇനി തെളിഞ്ഞ ആകാശത്തിന്റെ നാളുകളാണ്. വിചാരണയുടെ ദിവസങ്ങൾ ഒരു തണുത്ത കാറ്റുപോലെ കടന്നുപോയി. മീരയുടെയും രാജന്റെയും പേരുകൾ എവിടെയും ഉയർന്നു വന്നില്ല. അവർ നൽകിയ തെളിവുകൾക്ക് നിയമത്തിന്റെ ഉരുക്കുപോലുള്ള കരുത്തുണ്ടായിരുന്നു. അഴിമതിയുടെയും വഞ്ചനയുടെയും ഓരോ പാളികളും കോടതിയിൽ അനാവരണം ചെയ്യപ്പെട്ടു. പത്രങ്ങൾ ആ വാർത്തകൾ ആഘോഷിച്ചു. യൂണിഫോമിലെ ചെന്നായ്ക്കൾ എന്ന തലക്കെട്ടിൽ അവരുടെ കഥകൾ നാട് മുഴുവൻ പാട്ടായി. വിധി പറയുന്ന ദിവസം മീര കോടതിയിലെത്തി. പ്രതികാരത്തിന്റെ സന്തോഷം കാണാനായിരുന്നില്ല അവൾ വന്നത്, മറിച്ച് സ്വന്തം ജീവിതത്തിലെ ഒരു അധ്യായം അവസാനിക്കുന്നത് നേരിൽ കണ്ടു ഉറപ്പിക്കാനായിരുന്നു. ആളൊഴിഞ്ഞ ഒരു മൂലയിൽ ആരും തിരിച്ചറിയാതെ അവളിരുന്നു. ആദർശനും ലാവണ്യയ്ക്കും കഠിന തടവും പിഴയും വിധിച്ചു. കോടതി മുറിയിൽ നിന്ന് പോലീസുകാർ അവരെ കൊണ്ടുപോകുമ്പോൾ ഒരു നിമിഷം ആദർശിന്റെ കണ്ണുകൾ അവളെ തേടി ജനക്കൂട്ടത്തിൽ അലഞ്ഞു. പക്ഷെ ആ നോട്ടം കാണാൻ മീര അവിടെ നിന്നില്ല. അവൾ പുറത്തേക്ക് നടന്നു. കോടതിയുടെ തിരക്കേറിയ ഇടനാഴിയിൽ വെച്ച് അവൾ ആ കണ്ണുകൾ വീണ്ടും കണ്ടു. രാജൻ, അയാൾ ദൂരെ ഒരു തൂണിൽ ചാരി നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ കണ്ണുകൾ ഒരു നിമിഷം ഇടഞ്ഞു. വാക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. നന്ദിയുടെ, കടപ്പാടിന്റെ, എല്ലാം അവസാനിച്ചുവെന്ന ആശ്വാസത്തിന്റെ ഒരു നിശബ്ദമായ തലയാട്ടൽ മാത്രം. ഒരു നേർത്ത പുഞ്ചിരിയുടെ നിഴൽ അയാളുടെ ചുണ്ടിൽ വിരിഞ്ഞുവോ എന്ന് മീരയ്ക്ക് തോന്നി. അടുത്ത നിമിഷം അയാൾ ജനക്കൂട്ടത്തിലേക്ക് അലിഞ്ഞു ചേർന്ന് അപ്രത്യക്ഷനായി. അവരുടെ ഉടമ്പടി അവസാനിച്ചിരിക്കുന്നു. നിഴലിലെ ആ സഹായി തന്റെ ദൗത്യം പൂർത്തിയാക്കി മടങ്ങിയിരിക്കുന്നു. മീരയ്ക്ക് ആശ്വാസം തോന്നി. ചില ബന്ധങ്ങൾക്ക് വാക്കുകളേക്കാൾ ആഴമുണ്ടാകും. കാലം മുറിവുകളെ ഉണക്കുന്ന ഏറ്റവും നല്ല വൈദ്യനായിരുന്നു. മീരയുടെ ചികിത്സ തുടർന്നു. ഓരോ കീമോ സെഷൻ കഴിയുമ്പോഴും അവൾ തളർന്നു. പക്ഷെ തോറ്റില്ല. ലീലച്ചേച്ചിയുടെ ഓർമ്മകളും ദിയയുടെ മുഖവും അവൾക്ക് കരുത്തേകി. മാസങ്ങൾക്കു ശേഷം ആ ദിവസം വന്നെത്തി. അവസാനത്തെ സ്കാൻ റിപ്പോർട്ടും കയ്യിൽ പിടിച്ച് ഡോക്ടർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മീര, നിങ്ങൾ സ്വതന്ത്രയാണ്. നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ ക്യാൻസറിന്റെ ഒരശംശം പോലുമില്ല. നിങ്ങൾ അതിജീവിച്ചിരിക്കുന്നു. ആശുപത്രിയുടെ പടികളിറങ്ങുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി മീരയുടെ മനസ്സ് ഒരു തൂവൽ പോലെ ഭാരമില്ലാത്തതായി. അവൾ ആ പഴയ വീട് വിറ്റു. ആദർശിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ഓരോ ചുമരുകളോടും അവൾ യാത്ര പറഞ്ഞു. അച്ഛന്റെ സഹായത്തോടെ കടലിനോട് ചേർന്ന ഒരു ചെറിയ പട്ടണത്തിൽ അവൾ ഒരു കൊച്ചുവീട് വാങ്ങി. തിരമാലകളുടെ ശബ്ദം കേട്ടുണരുന്ന ഒരു വീട്. പുതിയ വീട്ടിലെ മുറിയിൽ അവൾ പൊടിപിടിച്ചു കിടന്ന പഴയ ക്യാൻവാസും ചായങ്ങളും പുറത്തെടുത്തു. കോളേജ് കാലത്ത് ഉപേക്ഷിച്ചു പോയ അവളുടെ ലോകം. വിറയ്ക്കുന്ന വിരലുകളോടെ അവൾ ബ്രഷ് എടുത്തു. ആദ്യം വരച്ചത് ദിയയുടെ ചിരിക്കുന്ന മുഖമായിരുന്നു. പിന്നീട് അവളുടെ ക്യാൻവാസിൽ നിറങ്ങൾ ഒരു ആഘോഷം പോലെ പടർന്നു. 2 വർഷങ്ങൾ കടന്നുപോയി. മീര ഇപ്പോൾ ഒരു അറിയപ്പെടുന്ന ചിത്രകാരിയാണ്. അവളുടെ ചിത്രങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. അതിജീവനം എന്ന പേരിൽ അവൾ നടത്തിയ ചിത്രപ്രദർശനം വലിയ വിജയമായിരുന്നു. അതോടൊപ്പം അവൾ കുട്ടികൾക്കായി ഒരു ചെറിയ ചിത്രകലാ ക്ലാസും നടത്തുന്നുണ്ട്. ദിയ ഇപ്പോൾ മിടുക്കിയായ ഒരു 4ാം ക്ലാസ്സുകാരിയാണ്. അവളുടെ ലോകം നിറയെ സന്തോഷവും ചിത്രശലഭങ്ങളുമായിരുന്നു. ഒരു വൈകുന്നേരം അമ്മയും മകളും ബീച്ചിലിരിക്കുകയായിരുന്നു. അസ്തമയ സൂര്യൻ ആകാശത്തിൽ സിന്ദൂരം വാരി വിതറുന്നു. മീര തന്റെ പുതിയ ചിത്രത്തിന്റെ അവസാന മിനുക്കുപണികളിലായിരുന്നു. ഒരു വലിയ ക്യാൻവാസ്. അതിൽ ഇരുണ്ടുമൂടിയ ഒരു കൊടുങ്കാറ്റുള്ള ആകാശമുണ്ട്. പക്ഷേ ആകാശത്തിന്റെ ഒരു കോണിൽ കറുത്ത മേഘങ്ങളെ വകഞ്ഞുമാറ്റി ശക്തമായ ഒരു സൂര്യരശ്മി ഭൂമിയിലേക്ക് പതിക്കുന്നു. ചിത്രത്തിലേക്ക് നോക്കി ദിയ ചോദിച്ചു, അമ്മേ, എന്തിനാ ആകാശത്തിന്റെ ഒരു ഭാഗത്ത് മാത്രം ഇത്ര വെളിച്ചം? മീര ബ്രഷ് താഴെ വെച്ച് മകളെ ചേർത്തു പിടിച്ച് ആകാശത്തേക്ക് നോക്കി. അവളുടെ മുഖത്ത് ശാന്തമായ ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു. അവിടെയായിരുന്നു മോളെ ഏറ്റവും വലിയ ഇടിമിന്നലുണ്ടായത്, അവൾ പതിയെ പറഞ്ഞു. വലിയ കൊടുങ്കാറ്റിന് ശേഷമാണ് ആകാശം ഏറ്റവും ഭംഗിയായി തെളിയുന്നത്. അവർ ഒരുമിച്ച് ആ അസ്തമയം നോക്കിയിരുന്നു. തിരമാലകൾ അവരുടെ കാൽപ്പാടുകളെ മായ്ച്ചു കളയുന്നുണ്ടായിരുന്നു. ഭൂതകാലത്തിന്റെ മുറിപ്പാടുകൾ മാഞ്ഞു പോകുന്നതുപോലെ. നാളത്തെ പ്രഭാതത്തിന്റെ വാഗ്ദാനവുമായി ഒരു പുതിയ രാത്രി അവരെ പൊതിഞ്ഞു. ഇനിയങ്ങോട്ട് അവരുടെ ആകാശത്തിൽ കൊടുങ്കാറ്റുകൾ ഉണ്ടാവില്ല, വെളിച്ചം മാത്രമേയുണ്ടാകൂ.